ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് NTA ആസ്പിറൻസ് നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും അവസാനമായി നടന്നിട്ടുള്ള എക്സാം OMR ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. വീണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിലേക്ക് ഓൺലൈനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മുൻവർഷങ്ങളിലെ ഓൺലൈൻ എക്സാമിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ പറയാം. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് എന്നുള്ളത്. കാര്യമായിട്ട് ഫേസ് ചെയ്യുന്നതും ടെക്നിക്കൽ ഇഷ്യൂസാണ്. ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആവുന്ന സിസ്റ്റം, പെട്ടെന്ന് എക്സാം സ്റ്റക്ക് ആവുന്നത്, എക്സാം മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്, അതുപോലെ തന്നെ മോണിറ്ററിൻ്റെ ബ്ലിങ്കറിങ് ഇഷ്യൂ, അതോടൊപ്പം തന്നെ ബ്രൈറ്റ്നെസ് വളരെ വലിയ ബ്രൈറ്റ്നെസ്, ആളുകളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, വളരെ ചെറിയ സ്ക്രീനുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ. പലരും ഇതിൻ്റെ മറുവശമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എക്സാം തുടങ്ങാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലും ഷട്ട് ഡൗൺ ചെയ്താലും ഇതായാലും വീണ്ടും അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി അവർക്ക് ബിഗിനിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് പലരും പറയാനുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, അത്ര ഈസി അല്ല അത് തുടങ്ങുക എന്നുള്ളത്. ടെക്നിക്കലി അല്ല പറയുന്നത്. ഫ്രം ഒരു കുട്ടിയുടെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ആസ്പെക്റ്റിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം, ആ എക്സാം വളരെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം സ്വിച്ച് ഓഫ് ആവുന്നത്, പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റം ഓൺ ആവുന്നത്, ഇതൊരു സ്വിച്ച് ഇട്ട് ഓൺ ആക്കുക ഓഫ് ആക്കുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു പ്രോസസ്സ് അല്ല മനുഷ്യൻ്റെ മൈൻഡ് എന്നുള്ളത്. അങ്ങനെ സ്റ്റക്ക് ആവുന്നത് കൊണ്ട് സ്ട്രെസ്ഫുൾ ആയിട്ട് പിന്നീട് എക്സാമിന് പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു മെഷീന് പോലെ കൺസിഡർ ചെയ്യരുത്. ഈ എക്സാം എഴുതുന്നത് വിദ്യാർത്ഥികളാണ് എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള എക്സാമാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതും ആ സമയത്ത് അവർക്ക് അതിൽ നേരിടുന്ന ഓരോരോ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും വളരെ സ്ട്രെസ് ഉണ്ടാക്കും എന്നുള്ളതും അത് അവർ ഫർദർ ആൻസർ ചെയ്യുന്നതിനെ ബാധിക്കും എന്നുള്ളത് പോലും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ മെത്തേഡ് ഉണ്ടാവുക എന്നുള്ളതിനപ്പുറത്തേക്ക് മാക്സിമം പറ്റാവുന്നത്ര കുറക്കുക എന്നുള്ളത്, ഇഷ്യൂസ് മിനിമം ആക്കുക, പറ്റാവുന്നത്ര കുറക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ഇതോടൊപ്പം തന്നെയുള്ളൊരു ഇഷ്യൂ ആണ് പലപ്പോഴും എക്സാം തുടങ്ങാൻ ലേറ്റ് ആവുക എന്നുള്ളത്. തുടങ്ങിയിട്ട് ഇതാവുക എന്നുള്ളതല്ല, തുടങ്ങാൻ ലേറ്റ് ആവുക, അരമണിക്കൂർ ലേറ്റ് ആവുക. എന്നിട്ട് ഇവരോട് സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 3 മണിക്കൂർ കിട്ടും, 3 മണിക്കൂർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു പ്രോപ്പർ ഇവർ ഓൾറെഡി എക്സാമിനേഷൻ സെൻറ്ററിൽ 1 മണിക്കൂർ മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും, അവരെത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ലേറ്റ് ആയ 2 മണിക്കൂർ, എക്സാമിന് പിന്നെ 5 മണിക്കൂർ. പല എക്സാമിനേഷൻ സെൻറ്ററും അത്ര സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവൈലബിൾ വാഷ്റൂമുകളോ മറ്റ് പല ഫെസിലിറ്റീസിനും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതൊരു റോബോട്ടുകളല്ല, മനുഷ്യന്മാരാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും നീട്ടി വെച്ചിട്ട് 3 മണിക്കൂർ കൊടുത്താൽ മതി എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി അപ്രോച്ചാണ് എന്ന് ഫീൽ ചെയ്യുന്നില്ല. അടുത്തൊരു ആസ്പെക്റ്റ് ആണ് ഇനി ഇതുവ കമ്പ്യൂട്ടർ പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന സമയത്തും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രോളിംഗ് പ്രോസസ്സ് എന്നുള്ളത്. അതിലെ ക്വസ്റ്റ്യൻസ് സ്ക്രോൾ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. അതായത് ഒരു പാരഗ്രാഫ് ആസ്പെക്റ്റുകൾ, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വെർട്ടിക്കലി സ്ക്രോൾ ഡൗൺ ചെയ്യണം, ഹൊറിസോണ്ടലി സ്ക്രോൾ ഡൗൺ ചെയ്യണം. ഒരു പാസേജ് ഒരുമിച്ച് കാണാൻ പറ്റില്ല. റീഡിംഗ് കോംപ്രഹെൻഷൻ പേപ്പർ 1 5 ക്വസ്റ്റ്യനും പേപ്പർ 2 മോസ്റ്റ് ഓഫ് ദ കേസ് 10 ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ പോലും വളരെ അൺഹെൽത്തി ആയിട്ടാണ് ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കലി റിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു സ്ക്രോളിംഗ് ആസ്പെക്റ്റ്, പാസേജുകൾ ഫുള്ള് കാണാൻ പറ്റാത്ത ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസും ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് പരമാവധി കുറക്കുക എന്നുള്ളതും ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി മാനറിൽ അവർക്ക് കാണാൻ പറ്റുക എന്നുള്ളതും വായിക്കാൻ പറ്റുക എന്നുള്ളതും സ്ക്രോളിംഗ് ഒക്കെ ഒരു ക്വസ്റ്റ്യനിൽ പരമാവധി കുറയ്ക്കുക. നോർമൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരിക്കലും സ്ക്രോളിംഗ് ഉണ്ടാവരുത്. ഡെഫിനറ്റ്ലി റീഡിംഗ് കോംപ്രഹെൻഷനിൽ സ്ക്രോളിംഗ് ഉണ്ടാവാം, പക്ഷേ അതിലും പരമാവധി കുറക്കുന്ന രീതിയിൽ, അതായത് ഒരു ഫ്രണ്ട്ലി ആയിട്ട് കോംപ്രഹെൻഷൻ ആകുമ്പോൾ കോംപ്രഹെൻഷൻ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ കൂടി കാണുന്ന രീതിയിൽ, മറ്റേ കോംപ്രഹെൻഷൻ കുറേ സ്ക്രോൾ ഡൗൺ ചെയ്താലാണ് ക്വസ്റ്റ്യൻ കിട്ടുക, ക്വസ്റ്റ്യൻ സ്ക്രോൾ ഡൗൺ ചെയ്താലാണ് ഓപ്ഷൻ കിട്ടുക. അത്തരത്തിലുള്ള ആസ്പെക്റ്റുകളൊന്നും ഉണ്ടാവരുത്. എങ്ങനെയൊക്കെ എക്സാം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുമോ എന്നുള്ളതിൽ കൂടി അതോറിറ്റീസ് ശ്രദ്ധിച്ചാൽ ദി സ്റ്റുഡൻസ് വിൽ ബി റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്.